രാത്രി 10:50. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് കൊടുക്കാൻ കൂട്ടുനിന്ന ഈ പറയുന്ന സർക്കാരിനെതിരെ രാവിലെ 8:40. ഇന്നലെ റോട്ടിലൊക്കെ പട്ടി ഷോ ആരായാലും ഒന്നുമില്ല, ഫോറസ്റ്റ് ഒന്നുമില്ല, KCB-ക്കാരെ കുറ്റം പറയും. എന്തിനാ ഇതിനൊക്കെ ആവശ്യം? ഉച്ചയ്ക്ക് 1:45. ഒന്ന് പ്രതി വിനീഷ് ഒരു UDF അനുയായിയാണ്. കമ്പി ഇങ്ങനെ വെച്ചിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകനാണ്. തൻ്റെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരുടെ ചതിക്ക് ബലിയാടാകേണ്ടി വന്ന 15-കാരന് ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാ പ്രാർത്ഥനയും ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു. പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അപകട കാരണമായവരെ തക്കതായ മാതൃകാപരമായി ശിക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം ഇത്തരം ഒരു പ്രവൃത്തിയെ, അതായത് ഒരു സാമൂഹ്യ വിരുദ്ധൻ ചെയ്ത പ്രവൃത്തിയെ സർക്കാരിനെ ആക്ഷേപിക്കുന്നതിലേക്ക് എത്തിച്ച ആ ആളുകളുടെ വലിയ മനസ്സിന് ജനങ്ങൾ മറുപടി പറയട്ടെ. പക്ഷേ ഒന്നുണ്ട്, ഇത്തരം പ്രവൃത്തികളെ സമീപിക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങളെ സമീപിക്കുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരപകടമുണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ജനപ്രതിനിധികളെയാണ്, അല്ലാതെ അതിനെയും രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുക്കുന്നവരെയല്ലേ. എനിക്ക് വളരെ വേദനാജനകമായി തോന്നിയത് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞത്, ഒരുപാട് കാലങ്ങളായി വന്യമൃഗ അക്രമങ്ങൾ നടക്കുന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇത് വന്യമൃഗങ്ങളിലേക്കൊക്കെ പോയി. ഇദ്ദേഹത്തിൻ്റെ ബാപ്പ 34 കൊല്ലം അവിടെ MLA ആയിരുന്നു എന്നുള്ളതും മന്ത്രിയായിരുന്നു എന്നുള്ളതൊക്കെ മറന്നിട്ടാണ് ഫെൻസിങ് സ്ഥാപിക്കാനോ വാരിക്കുഴികൾ എടുക്കാനോ എന്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൂടെ. അപ്പോൾ ഒരു തവണ ജനങ്ങൾ വേണ്ടെന്ന് വെച്ച ഒരാൾ, കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഇതെന്തു പറ്റി എന്നുള്ളത് നമ്മൾ ചിലപ്പോഴൊക്കെ അത്ഭുതത്തോടു കൂടിയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഒരു ചതിയുടെ ഭാഗമായി, അല്ലെങ്കിൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ജയിച്ച MLA സ്വതാൽപര്യത്തിനു വേണ്ടി അവിടുന്ന് ഇറങ്ങിപ്പോയതിൻ്റെ ഭാഗമായി നിർഭാഗ്യവശാൽ ഇത്രയധികം വികസനങ്ങൾ ആ നാട്ടിലേക്ക് സംസ്ഥാന സർക്കാരിലൂടെ വന്നിട്ട് പോലും ഒരു ബൈ ഇലക്ഷൻ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടുവരുന്നതാണ് പാലക്കാട്, വടകര, ഇപ്പം നിലമ്പൂരും നമ്മൾ കണ്ടുവരുന്നത്. ഒരുപാട് എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നത്, രാഷ്ട്രീയം ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ. നിർഭാഗ്യവശാൽ ഒരു പൈതൽ 15 വയസ്സുള്ള ഒരു കുട്ടി ഷോക്കേറ്റ് മരണപ്പെടുന്നു, മറ്റു കുട്ടികൾക്ക് പരിക്കേൽക്കുന്നു. കൃത്യമായി ആ ഭാഗത്ത് ഇടപെട്ട ചെറുപ്പക്കാരുടെ സാമാന്യ ബോധം കൊണ്ട് ഷോക്ക് ഉണ്ടായിരുന്ന ആ ലൈനിലെ ഫ്യൂസ് ഊരിവെക്കാൻ തോന്നിയത് കൊണ്ടും ബാക്കി 3 കുട്ടികൾ പരിക്കേറ്റ് ആശുപത്രിയിലുമാണ്. ഇതൊരു അപകടമല്ലേ? ഒരപകടത്തെ എങ്ങനെയാണ് ഇത്തരം നീചമായ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക? ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അവരെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം രാഷ്ട്രീയം പറയാൻ അറിയില്ലെങ്കിൽ രാഷ്ട്രീയ പണി ഉപേക്ഷിച്ച് വേറെ വല്ല പണിക്കും പോവുക എന്നുള്ളതാണ്. കുട്ടികൾ പന്ത് കളി കഴിഞ്ഞ് കയ്യോ കാലോ കഴുകുന്നതിന് വേണ്ടി ആ കടവിലേക്ക് ഇറങ്ങുന്നു. ആ കടവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സാമൂഹ്യ വിരുദ്ധരാരോ നിയമവിരുദ്ധമായി ലൈൻ കമ്പിയിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുത്തുകൊണ്ട് പുഴയിലെ വെള്ളത്തിലിട്ട് മീനിനെ, ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടോ, നമ്മൾ നഞ്ച് കലക്കുന്നത് പോലെ തന്നെ ഭയങ്കരമായ രീതിയിൽ മത്സ്യത്തിനെ ഉന്മൂലനാശം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഷോക്ക് അടുപ്പിച്ച് മീനെ പിടിക്കുക എന്നുള്ളത്. സാധാരണഗതിയിൽ എൻ്റെ അറിവ് വെച്ചിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്, ലൈൻ കമ്പി ഇങ്ങനെ നമ്മൾ 2 കേബിളും കൂടെ ജസ്റ്റ് വെള്ളത്തിൽ മുട്ടിക്കുന്നു, ഒരൊറ്റ ഷോക്കിൽ മീനിന് ഷോക്ക് അടിക്കുന്നു, ആ മീൻ പൊന്നുന്ന സമയത്ത് ആ മീനെ പിടിച്ചുകൊണ്ട് കറി വെക്കുന്നു, ഇതൊക്കെയാണ്. പക്ഷേ ലൈൻ കമ്പി മീനെ പിടിക്കാൻ വേണ്ടി കണക്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുന്ന പരിപാടി എനിക്കറിയില്ല, കേട്ടിട്ടുമില്ല. എന്തായാലും സംഭവിച്ചത് അതാണ്. ഈ കുട്ടികൾ ഷോക്കേറ്റ് വെള്ളത്തിൽ പടയുന്നത് കേട്ട് അടിയന്തരമായി പോകുന്നു. ഫീസ് ഓഫ് ചെയ്തിട്ട് അവിടുത്തെ ലൈൻ ഇലക്ട്രിക് ശരീരം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മുറിയായിട്ടുണ്ട്. അതീവ ജാഗ്രതയോടുകൂടി ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടികളെ അവിടെ നിന്ന് പുറത്തെത്തിക്കാൻ ശ്രമിച്ച യുവാക്കൾക്ക് ആദ്യമായി ബിഗ് സല്യൂട്ട്. ഇത് വഴിക്കട് വെള്ളക്കെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവര് ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ വേണ്ടി, മീൻ കൊരാൻ വേണ്ടി കൊതുവലയും കൊണ്ട് പോയതാണെന്ന് പറയണേ. അപ്പോൾ അവർ പെട്ടെന്ന് അതിലൊരാൾ പെട്ടെന്ന് വീട്ടിലേക്ക് പാഞ്ഞു വന്ന് പറഞ്ഞു, കറണ്ട് അടിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള 4 പേർക്ക് ഒന്ന് രക്ഷിക്കണം പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും എൻ്റെ ഏട്ടനും ഉണ്ട് അവിടെ. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ നേരെ അവിടെ ഫീസ് വരി ഞങ്ങൾ ചെന്നു.
ഈ സൂര്യൻ കൺഫേം ആക്കണതിന് മുന്നേ തന്നെ ഞങ്ങൾ മുളയെ കൊണ്ട് പൊന്തിച്ച് ഒരാളെ വലിച്ചെടുത്തു. ബാക്കി 2 ആളും തോട്ടിലാണ് കിടക്കണേ. ഈ സൂര്യ അതെങ്ങനെ രക്ഷിക്കാൻ പറ്റില്ല, ഇറങ്ങുന്നവർക്കൊക്കെ അടിക്കാൻ. 3 പേരുടെയെങ്കിലും ജീവൻ രക്ഷിച്ച ആ ധീര പ്രവൃത്തി നടത്തിയ യുവാക്കൾക്ക് രാഷ്ട്രീയവും മതവും ഹിതവും എല്ലാം വ്യഭിചരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ മുമ്പിൽ ഇവരെയാണ് നിങ്ങൾ നമിക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടിന്റെ സൈഡിൽ പന്നീനെ പിടിക്കുക അങ്ങനത്തെയൊക്കെയുള്ള കണ്ടീഷനിൽ ഇട്ട് ലൈൻ അവിടെ അങ്ങനത്തെ ഇലക്ട്രിസിറ്റി എങ്ങനെയാ ഇതിലേക്ക് മുകളിൽ ലൈന് പോകുന്നുണ്ട്. ഈ KSB ലൈനിൽ നിന്ന് കണക്ഷൻ എടുത്ത് ചെയ്താണെന്നാ തോന്നുന്നത്. കറക്റ്റ് അതൊന്നും കണ്ടിട്ടില്ല. അവർ അടിച്ചു എന്ന് പറഞ്ഞു, നമ്മൾ അവരെ പൊക്കി രക്ഷിച്ച് നേരെ ഇവിടെ കൊണ്ടുവരാ ചെയ്തത്. ആ യുവാക്കൾക്ക്, ആ മനുഷ്യ സ്നേഹികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും ആവാൻ വഴിയില്ല. പന്നിക്ക് കെണി വെച്ചു എന്ന് പറയുന്നു, ആ കെണിയിൽ ഷോക്കടിച്ചു എന്ന് പറയുന്നു, ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവസാനം എന്തായാലും അവരെ രക്ഷിച്ച ആളുകൾ പറഞ്ഞതാണ് സത്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാള പെറ്റു എന്ന് കേട്ട് ഒരുപാട് കയറെടുത്ത കോൺഗ്രസ് നേതാക്കളോട് ഒന്നേ പറയാനുള്ളൂ, ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ നിങ്ങളൊരു പ്രസ്ഥാനത്തെ പ്രതികരിക്കുന്നവരല്ലേ, ഒരു മിനിമം സാമാന്യ ബോധത്തോടുകൂടി ഇത്രയും വിഷയങ്ങളെ സമീപിക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കി പ്രതികരിച്ചൂടെ, അല്ലാതെ ഇത്തരത്തിലൊക്കെ വിളിച്ചു പോകാൻ പാടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രസ്ഥാനമുണ്ട്, ആ പ്രസ്ഥാനത്തിന് ഒരുപാട് അണികളുണ്ട്, ഇവരെയൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. നമ്മൾ അവരെ നാണം കെടുത്താൻ പാടുണ്ടോ? ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയ കോലാഹലങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയപരമായി അവിടുത്തെ സ്ഥാനാർത്ഥി പോലും ഇതിനെപ്പറ്റി പറഞ്ഞത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുട്ടികൾ കയ്യോ കാലോ കഴുകുന്നതിന് വെള്ളത്തിലിറങ്ങിയപ്പോൾ സാമൂഹ്യ വിരുദ്ധർ ചെയ്ത പ്രവൃത്തിൻ്റെ മുകളിൽ ആ പന്നിയെ പിടിക്കാൻ വെച്ച കെണി പോലുമല്ല, ശരിക്കും പറഞ്ഞ മീനിനെ പിടിക്കാൻ വെച്ച ഇലക്ട്രിക് കമ്പിയിലൂടെ എന്നുള്ളതാണ് കേട്ടറിവ് വെച്ചിട്ട് യാഥാർത്ഥ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല കേട്ടോ. അത് ജനങ്ങൾ തന്നെ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ വാണിംഗ് നൽകിക്കൊണ്ട് ഇപ്പം മീൻപിടുത്തമോ കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾ അവിടെ ഇവിടെ നടക്കാറില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരിൽ നിന്ന് പന്നിക്ക് കെണിവെച്ച് അവരുടെ അടുത്ത് നിന്ന് പന്നീൻ്റെ ഇറച്ചി മേടിച്ച് തിന്നുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്തരക്കാരെ സൂക്ഷിക്കുക, ഇത്തരം മീൻ പിടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ബോധവൽക്കരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വാർഡ് മെമ്പർ ഉൾപ്പെടെ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് എന്തിനാണ് സുഹൃത്തുക്കളെ ഇത്തരം വികൃത രാഷ്ട്രീയം കളിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും ചിന്തിക്കുക. ഏത് രാഷ്ട്രീയമാണെങ്കിലും ശരി, ഇതിലൊന്നും രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് മരണപ്പെട്ടു പോയ ആ കുട്ടിക്ക് നിർഭാഗ്യവശാൽ നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ്. ആ കുട്ടിയുടെ ജീവനെ നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ വലിച്ചിഴക്കല്ലേ. ഒരു കുഞ്ഞു കേസ് അപകടമായി കാണുക, അതിന് കാരണക്കാരായവരെ തീർച്ചയായും മനുഷ്യത്വപരമായല്ല കൊലപാതക കുറ്റത്തിന് കേസെടുത്തിട്ട് ശിക്ഷിക്കപ്പെടണം. അതാണ് മാതൃകാപരം. ഇത്തരത്തിൽ പരസ്യമായി നാടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കപ്പെടേണ്ടത് ഓരോ നാടിൻ്റെ ആവശ്യമാണ്. ഇത്തരത്തിൽ പുഴയറമ്പിൽ കരണ്ട് ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് വലിയ കുറ്റകരമായി തന്നെ കാണേണ്ടതും നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ടതും അനിവാര്യമല്ലേ. അല്ലാതെ ഇത്തരം കാര്യങ്ങളെ, അതുപോലെ പന്നിക്ക് കെണിവെക്കുന്നത് സ്വാഭാവികമായിട്ട് സ്വന്തം കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന പന്നികളെ കെണിവെച്ച് പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ പിടിച്ച കുഴിച്ചിടണം. അല്ലാതെ മാംസം വിൽക്കുന്നതിന് വേണ്ടി കെണിവെച്ച് പിടിക്കുന്ന ആളുകളെ ജനങ്ങൾ ഇടപെട്ട്, അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്വം കൂടിയാണത്. അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ മുന്നറിയിപ്പ് നൽകേണ്ടത് ആ വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്വമല്ലേ. ആയിട്ട് സംഭവിക്കുന്ന മേഖലയാണ്. അവിടുത്തെ മുമ്പുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന കേസാണ്. ഒരു 3 മാസം മുമ്പ് വരെ ഈ സെയിം പ്രശ്നം അവിടെ ഉണ്ടായിരുന്നതാണ്. അതൊന്നും ഇതുപോലെ കുട്ടി ആഘോഷിച്ചിട്ടൊന്നും ഇല്ല ആരും. അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ഒരു നേതാക്കളോട് അന്ന് നോക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല, അങ്ങനെ തന്നെ പറയണത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇതൊന്നും ചെയ്യാതെ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതിനെയും വോട്ടാക്കി മാറ്റാം എന്ന് പറയുന്ന എന്തൊരവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ആ കുട്ടിയുടെ അപകടമുണ്ടായ സമയത്ത് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില പരിശോധിക്കുന്നതിനേക്കാൾ മുമ്പ് തെരുവിൽ സ്വന്തം പാർട്ടിയുടെ യുവസംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരുവ് യുദ്ധം നടത്തി കോമാളിത്തരം കാണിക്കുമ്പോൾ ചിന്തിക്കുക, ജനങ്ങൾക്ക് വിവേകമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം അവസരങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത്, ഉപയോഗിക്കരുത്. സാമൂഹ്യ വിരുദ്ധർ നമ്മുടെ ഓരോ നാടുകളിലും ഓരോ പഞ്ചായത്തിലും ഓരോ വില്ലേജുകളിലുമുണ്ട്. അത് പല രീതിയിലാണെന്ന് മാത്രം. പക്ഷെ ഇത്തരക്കാരെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ സൗഹൃദത്തിൻ്റെ പേരിലോ ഒക്കെ നമ്മൾ ഒറ്റപ്പെടുത്താതെ കൂട്ടുനിൽക്കുന്നത് നാളെ ഇതുപോലെ ഓരോ ദുരന്തങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ സംഭവിക്കും. അങ്ങനെയുള്ള ദുരന്തങ്ങൾക്ക് സാമൂഹിക വിരുദ്ധർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ്സുകാരനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ BJP എന്നോ CPM എന്നോ ഒന്നുമില്ല. അവരുടെ ലാഭത്തിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടേയിരിക്കും അവനവൻ്റെ കുടുംബത്തിൽ വരുന്നത് വരെ.
ജനപ്രതിനിധികൾ കണ്ണടച്ചുകൊണ്ടേയിരിക്കും, ജനങ്ങൾ കണ്ണടച്ചുകൊണ്ടേയിരിക്കും, അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.